എല്ലാവർക്കും ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ഇടിച്ചതിൽ നിന്ന് 1 ടേബിൾ സ്പൂൺ ഒന്ന് മാറ്റി വയ്ക്കുക. എന്നിട്ട് ബാക്കിയുള്ള മിക്സ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ചോറ് തയ്യാറാക്കുമ്പോൾ അതിലേക്ക് ചേർക്കാനുള്ളതാണ്. 1/4 കപ്പ് അല്ലെങ്കിൽ ഒരു ചെറിയ പിടി പുതിനയില ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. നല്ല ഫ്രഷ് ആണെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പുതിനയിലേനെക്കാട്ടിലും കുറച്ചുകൂടി കൂടുതൽ മല്ലിയില ഇതിലേക്ക് ചെറുതായി മുറിച്ചത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു 1/2 കപ്പ് തൈര് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായി കുക്ക് ചെയ്തിട്ട് എടുക്കണം. സ്ലോ കുക്ക് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ഇതിൽ ഒട്ടും തന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. ബീഫിൽ നിന്നും സവാളയിൽ നിന്നും ആവശ്യത്തിന് വെള്ളം ഇറങ്ങിക്കോളും. ആദ്യത്തെ ഒരു 2 വിസിൽസ് ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് അടുപ്പിക്കണം. അതിനുശേഷം ഒരു 4 മുതൽ 6 വിസിൽ വരെ അടിക്കാം. ഓരോരുത്തരും എടുക്കുന്ന ഒരു ഇറച്ചിയുടെ ക്വാളിറ്റി അനുസരിച്ച് വ്യത്യാസം ഉണ്ടാവും. എന്നാലും ഒരു 4 മുതൽ 6 വരെ വിസിലിൽ സ്ലോ കുക്ക് ചെയ്ത് ഏറ്റവും ചെറിയ തീയിൽ കിടന്ന് വേവുമ്പോൾ ബീഫ് നല്ല സോഫ്റ്റായിട്ട് നന്നായി വെന്ത് കിട്ടും. ബിരിയാണി റൈസ് തയ്യാറാക്കുന്നത് കൈമ അരി അല്ലെങ്കിൽ ജീരകശാല അരി, ചെറിയ അരി ഉപയോഗിച്ചിട്ടാണ്. ഇത് 4 കപ്പ് 250 ml 4 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. ചോറിലേക്ക് ഫ്രൈ ചെയ്യാൻ വേണ്ടി കുറച്ച് സവാള മാറ്റി വയ്ക്കാം. കാഷ്യൂനട്ടും കിസ്മിസും എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി ഇതിലേക്ക് സ്പൈസസ് ആയിട്ട് എടുത്തിട്ടുള്ളത് ചെറിയ 2-3 കഷ്ണം പട്ട, ഒരു 5-6 ഏലക്ക, 5-6 ഗ്രാമ്പു,
ഒരു ചെറിയ പീസ് ജാതിപത്രി, 2-3 ബേ ലീവ്സ്. ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഇതിനൊന്നും അളവൊന്നും കൂടി ഫ്രൈ ചെയ്തതെല്ലാം എടുത്ത് മാറ്റിയതിന് ശേഷം ഇതിലേക്ക് ഹോൾ സ്പൈസസ് ചേർത്ത് കൊടുക്കാം. സ്പൈസസ് ചേർത്ത് കൊടുക്കുമ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. കൂടെ തന്നെ നേരത്തെ അരച്ച് വെച്ചിട്ടുള്ള ആ ഒരു ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, പെരിഞ്ജീരകം മിക്സ് ചേർക്കാം. നല്ലതുപോലെ ഒന്ന് പച്ച സ്മെല്ല് മാറുന്നിടം വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. ചെറിയ തീയിൽ വെച്ച് വഴറ്റി കൊടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ ആ ഒരു മിക്സ് പെട്ടെന്ന് തന്നെ കരിഞ്ഞു പോവും. നല്ലതുപോലെ പച്ചമണം എല്ലാം മാറി വരുമ്പോൾ അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. കൈമ അരി എടുക്കുമ്പോൾ 1 കപ്പ് അരിക്ക് 1.5 കപ്പ് അളവിലാണ് വെള്ളം ചേർക്കേണ്ടത്. ഞാനിവിടെ 4 കപ്പ് അരിക്ക് 6 കപ്പ് വെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 2 മിനിറ്റ് ഹൈ ഫ്ലെയിമിൽ വെച്ച് നന്നായി ഒന്ന് തിളയ്ക്കുക. തിളച്ചതിന് ശേഷം ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഒരു 7 മിനിറ്റ് ഒന്ന് കുക്ക് ചെയ്തിട്ടെടുക്കുക. ഏകദേശം ആ ഒരു സമയം കൊണ്ട് വെള്ളമെല്ലാം വറ്റി അരി നന്നായിട്ട് കുക്കായി വരാറുണ്ട്. അടച്ചു വെച്ചാണ് വേവിച്ചെടുക്കേണ്ടത്. ചെറിയ തീയിൽ വെച്ചിട്ട് 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. റൈസും മസാലയും സെപ്പറേറ്റ് വേവിച്ചതിന് ശേഷമാണ് ദം ചെയ്യുന്നത്. പാത്രത്തിലേക്ക് വേവിച്ച ബീഫ് ചേർത്ത് കൊടുക്കാം. മുഴുവൻ പ്രഷറും കുക്കറിൻ്റെ പോയതിന് ശേഷം മാത്രമാണ് ബീഫ് തുറന്ന് നോക്കേണ്ടത്. നന്നായി സോഫ്റ്റായിട്ട്
ഇതിലേക്ക് ഒരു 1 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം. നല്ല എയർ ടൈറ്റ് ആയിട്ടുള്ള ലിഡാണ് പാത്രത്തിൻ്റെതെങ്കിൽ അടച്ച് ഒരു 15 മിനിറ്റ് ഏറ്റവും ചെറിയ തീയിൽ വെക്കാം. അതല്ല അങ്ങനെയല്ല എന്നുള്ളവർ ഒരു ഫോയിൽ പേപ്പർ ഉപയോഗിച്ച് കവർ ചെയ്തതിന് ശേഷം എയർ ഒട്ടും പുറത്തു പോവാതെ ലിഡ് ഉപയോഗിച്ച് അടച്ച് 15 മിനിറ്റ് ചെറിയ തീയിൽ വെച്ച് കൊടുക്കുക. ചെറിയ തീയിൽ തന്നെ വെക്കാൻ ശ്രദ്ധിക്കണം, അല്ലെങ്കിൽ അടിഭാഗത്തുള്ള ബീഫ് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. ബീഫിൽ കുറച്ച് വെള്ളം ഉണ്ടാവും, അതുകൊണ്ട് തന്നെ കരിയാനുള്ള ചാൻസ് ഇല്ല. വെള്ളം കുറഞ്ഞ് ഉള്ളവരാണെങ്കിൽ ചെറിയ തീയിൽ ഒരു 10 മിനിറ്റ് ഒക്കെ വെച്ച് കൊടുത്താൽ മതി. ഇനി മൈദ ഉപയോഗിച്ച് ദം ചെയ്യണമെങ്കിൽ അങ്ങനെയും ചെയ്യാം. ബിരിയാണിയൊക്കെ തയ്യാറാക്കിയാൽ ഒരു അരമണിക്കൂറിന് ശേഷം എടുത്ത് സെർവ് ചെയ്യുന്നതായിരിക്കും നല്ലത്. കുറച്ചുകൂടി സമയമുള്ളവരാണെങ്കിൽ 1 മണിക്കൂറൊക്കെ വെച്ചാൽ ബിരിയാണിയിലേക്ക് നല്ല പോലെ ഫ്ലേവറൊക്കെ പിടിച്ച് കിട്ടും. ഞങ്ങൾക്കിവിടെ ചോറ് സെപ്പറേറ്റ് ആയിട്ടാണ് എടുക്കുന്നത്. അതിന് മുകളിലേക്ക് ചോറോട് കൂടിയിട്ടുള്ള മസാല എടുക്കലാണ് പതിവ്. അതുകൊണ്ടാണ് താഴ്ഭാഗത്ത് മുഴുവനായിട്ട് ബീഫ് ഇട്ട് കൊടുത്തത്. ഇങ്ങനെ അല്ലാതെ മുഴുവനായിട്ട് മിക്സ് ചെയ്തിട്ടും ഈ ഒരു ബിരിയാണി സെർവ് ചെയ്യാം. ബീഫ് ബിരിയാണി ആയതുകൊണ്ട് അങ്ങനെയും സെർവ് ചെയ്യാറുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ബിരിയാണി റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുക. വളരെ സിമ്പിളാണ്, നല്ല ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോസൊക്കെ ഇഷ്ടമാവുന്ന